കാഞ്ഞിരപ്പള്ളി ടൗണിനെ വർഷങ്ങളായി തുടരുന്ന ശാപമായ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുന്നതിന് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുതിയ പരിഷ്കാരം നടപ്പാക്കുന്നു. ഈ മാസം 18 മുതൽ പുതിയ പരിഷ്കാരം നിലവിൽ വരുത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞിരപ്പള്ളി 26 മൈൽ മുതൽ കുരിശുകവല വരെയാണ് അഴിയാത്ത കുരുക്ക്. പഞ്ചായത്ത് പ്രസിഡന്റ് സുനി പത്യാലയുടെ അധ്യക്ഷതയിൽ ഏപ്രിൽ 22 നടന്ന ട്രാഫിക് റെഗുലേറ്ററി സഭാ കമ്മിറ്റിയിൽ എടുത്ത തീരുമാനമാണ് 18 മുതൽ നടപ്പാക്കുന്നത്. ഇതിൻ പ്രകാരം ടൗണിലെ റോഡിന്റെ ഇരുവശത്തെയും അനധികൃത പാർക്കിംഗ് നിരോധിക്കും. കുരിശങ്കൽ വെയിറ്റിംഗ് ഷെഡിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കും. കൂടാതെ ബസ് സ്റ്റാൻഡിനുള്ളിൽ ബസ്സുകൾ കൂടാതെ പ്രൈവറ്റ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നതും പാർക്ക് ചെയ്യുന്നതും നിരോധിക്കും. പേട്ടക്കവല മുതൽ പൂതക്കുഴി വരെയുള്ള റോഡിൽ ആക്രി കച്ചവടം, വഴിയോര കച്ചവടം എന്നിവ ഒഴിവാക്കും. ടൗണിലെ 7 ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സുനി പത്യാല പറഞ്ഞു. പ്രധാനമായിട്ടും 7 ബസ് സ്റ്റോപ്പുകൾക്ക് നമ്മൾ മാറ്റം വരുത്തുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ കുരിശിങ്കൽ ജംഗ്ഷനിൽ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും, അതായത് കോട്ടയം ചങ്ങനാശ്ശേരി സൈഡിൽ നിന്നും കിഴക്കോട്ട് പോകുന്ന ബസ്സുകൾ കുരിശിങ്കൽ ജംഗ്ഷനിൽ ഇപ്പം പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നിന്നും 30 മീറ്റർ മുന്നോട്ട് മാറ്റി നിർത്തണം. അതുപോലെ കിഴക്ക് നിന്നും കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ കുരിശിങ്കൽ ഭാഗത്ത് നിലവിലുള്ള ഓട്ടോ സ്റ്റാൻഡിൻ്റെ അതിൻ്റെ മുമ്പിലാണ് ഇപ്പം നിർത്തുന്നത്. ഇനി മുതൽ നമ്മുടെ വെയിറ്റിംഗ് ഷെഡിൻ്റെ മുൻപിലാണ് നിർത്തേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെയിറ്റിംഗ് ഷെഡിൻ്റെ മുമ്പിൽ ബസ് ബേയോട് ചേർത്ത് നമ്മൾ നിർത്തണം. അവിടെ നമ്മൾ സൈൻ ബോർഡുകൾ പ്രത്യേകം സ്ഥാപിക്കുന്നതാണ്. അതുപോലെ മണിമല ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ടേക്ക് എ ബ്രേക്കിന് സമീപമാണ് നിർത്തേണ്ടത്. തമ്പലക്കാട്ട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ജനതാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റോറിന് എതിർവശത്ത് നിർത്തണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തമ്പലക്കാട്ട് സൈഡ് പോകുന്ന ഭാഗത്ത് 1 സൈഡ് പാർക്കിംഗ് ആണ് അനുവദിച്ചിരിക്കുന്നത്. കടമപ്പുഴ ആശുപത്രിയുടെ സൈഡിൽ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. പ്രത്യേകം നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ അവിടെ പേ ആൻഡ് പാർക്ക് സൗകര്യമുണ്ട്. അത് മാക്സിമം യാത്രക്കാരെ പ്രയോജനപ്പെടുത്തണമെന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. 5-മത് നമ്മൾ ഈരാറ്റുപേട്ട ഭാഗത്തു നിന്നും കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരുന്ന ബസ്സുകൾ മുത്തൂറ്റ് ബാങ്കിൻ്റെ മുമ്പിലാണ് നിർത്തേണ്ടത്. 6-മത് പടിഞ്ഞാറ് ഭാഗത്തു നിന്നും പേട്ടക്കോല ഭാഗത്ത് കിഴക്കോട്ട് പോകുന്ന ബസ്സുകൾ അലീന ഗിഫ്റ്റ് ഹൗസിൻ്റെ മുൻഭാഗത്തായിട്ട് നിർത്തേണ്ടതാണ്. പേട്ടക്കവലയിലെ കിഴക്ക് ഭാഗത്തേക്കുള്ള ബസ്സുകൾ നിലവിലുള്ള വെയിറ്റിംഗ് ഷെഡിൻ്റെ മുമ്പിൽ നിന്നും ആനക്കുഴി മെഡിക്കൽസിൻ്റെ ഭാഗത്തേക്ക് മാറ്റി നിർത്തേണ്ടതാണ്. ഇത്രയുമാണ് നമ്മൾ ബസ് സ്റ്റോപ്പുകളിൽ വരുത്തുന്ന പ്രധാനമായ മാറ്റങ്ങൾ. ബസ് സ്റ്റാൻഡിനുള്ളിൽ ബസ്സുകളും ഗുഡ്സ് വാഹനങ്ങളും ഒഴികെ മറ്റൊരു വാഹനങ്ങളും രാത്രി 7 മണി വരെ പ്രവേശിക്കുവാൻ പാടുള്ളതല്ല. കാഞ്ഞിരപ്പള്ളിയിലെ വ്യാപാരികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, വ്യാപാര സ്ഥാപനങ്ങളിൽ രാവിലെ 8 മണി മുതൽ 10:30 വരെയും വൈകുന്നേരം 3 മണി മുതൽ 5:30 വരെയും ലോഡിംഗ് ആൻഡ് അൺലോഡിങ് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ നടപ്പാതകൾ കയ്യേറി കച്ചവടം ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. പുൽപ്പേർ ടെക്സ്റ്റൈൽസിൻ്റെ മുൻവശം മുതൽ TVS റോഡ് വരെയുള്ള ഭാഗത്ത് വാഹനങ്ങൾ 10 മിനിറ്റിൽ കൂടുതൽ പാർക്ക് ചെയ്യുന്നത് ശിക്ഷാർഹമായിരിക്കും. കാഞ്ഞിരപ്പള്ളി ടൗണിൻ്റെ റോഡിൻ്റെ ഇരുവശത്തെയും അനധികൃത പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. കിഴക്ക് ഭാഗത്തു നിന്നും ഈരാറ്റുപേട്ട ഭാഗത്തു നിന്നും അക്കരപ്പള്ളിയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ഈരാറ്റുപേട്ട റോഡ് വഴി അക്കരപ്പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. അവിടെ നമ്മൾ സൈൻ ബോർഡുകൾ പ്രത്യേകം സ്ഥാപിക്കുന്നതാണ്. കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നുള്ള വാഹനങ്ങൾ റോഡിൻ്റെ ഇടതുവശത്തുകൂടി മാത്രം KK റോഡിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. വലതുവശത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇടത്തേക്ക് ഇറങ്ങി പേട്ടക്കവലയിൽ U-ടേൺ എടുത്ത് പോകേണ്ടതാണ്. അക്കരപ്പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും KK റോഡിലേക്ക് യാതൊരു കാരണവശാലും വാഹനങ്ങൾ വലത്തേക്ക് തിരിഞ്ഞ് ഇറങ്ങുവാനായിട്ട് പാടില്ല. അതുപോലെ നമ്മൾ TVS റോഡ് 1 വേ ആക്കുകയാണ്. അങ്ങോട്ട് വാഹനങ്ങൾക്ക് കയറി പോകാം, ഇറങ്ങി യാതൊരു കാരണവശാലും പോകുവാനായിട്ട് അനുവദിക്കത്തില്ല. അത് പ്രത്യേകം എല്ലാവരും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. TVS റോഡ് 1 വേ ആണ്. അതുവഴി വാഹനങ്ങൾ കയറി പോകാൻ മാത്രം ആ റോഡ് യൂസ് ചെയ്യുക. TVS റോഡ് 1 വേ ആക്കും. ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പരിഷ്കാരങ്ങൾ പൂർത്തിയാക്കുമെന്നും ഇതിനായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും കാഞ്ഞിരപ്പള്ളി CI CK മനോജ് പറഞ്ഞു. കൂടാതെ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ 26 മൈൽ, പൂതക്കുഴി, പേട്ടക്കവല, ബസ് സ്റ്റാൻഡ്, കുരിശങ്കൽ എന്നിവിടങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്നും കാഞ്ഞിരപ്പള്ളി വഴി കടന്നുപോകുന്ന പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാർക്ക് ID കാർഡുകൾ നിർബന്ധമാക്കുമെന്നും CI CK മനോജ് പറഞ്ഞു. ക്യാമറകളുടെ അപര്യാപ്തത വളരെ കുറവാണ്. അതിനകത്ത് പൊതുജനങ്ങളുമായി ചേർന്ന് ഒരു 6 സ്ഥലങ്ങളിൽ ഒരു ക്യാമറ സർവൈലൻസ് സിസ്റ്റം സ്ഥാപിച്ചിട്ട് അതിൻ്റെ ഒരു സർവൈലൻസ്
സ്റ്റേഷനിലെത്തത്തക്ക രീതിയിലുള്ള ഒരു ആലോചനകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. 1-2 ആൾക്കാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. വ്യാപാരി അസോസിയേഷനുമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 26 പൂതക്കുഴി, വേട്ടക്കവല, ബസ് സ്റ്റാൻഡ്, അതിൻ്റെ കുരിശുകവല ഇത്രയും കവർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ടൗണെല്ലാം കവർ ചെയ്യത്തക്ക രീതിയിൽ ഒരു CCTV ക്യാമറ സർവൈലൻസ് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. പിന്നെ പഞ്ചായത്തിൻ്റെ നിലവിലുള്ള CCTV ക്യാമറ സിസ്റ്റം കൂടി പോലീസിൻ്റെ കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. അതിന് ആവശ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. പിന്നെ സ്കൂൾ ഓപ്പണിങ്ങിന് വരികയാണ്, മഴക്കാലവും വരുവാണ്. അപ്പം അപകടങ്ങളും മറ്റും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് പ്രൈവറ്റ് ബസ്സുകൾ, സ്കൂൾ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രൈവറ്റ് ബസ്സിലുള്ള ആൾക്കാർക്ക് ID കാർഡ്, തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കാനുള്ള ഒരു നടപടികളിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായ നിർദ്ദിഷ്ട കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ പണികൾ ഈ മാസം 14-ന് പുനരാരംഭിക്കും. മിനി ബൈപ്പാസിന്റെ പണികളും ഉടൻ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ട്രാഫിക്കിൽ വരുന്ന മാറ്റങ്ങൾ അറിയിക്കാനായി വിവിധയിടങ്ങളിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.